ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ഓഡ് വൺ ഔട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ലൈക്ക് ഞാൻ കൂടെ നിൽക്കുന്ന ആൾക്കാരെക്കാളും കുറച്ച് എന്തൊക്കെയോ വ്യത്യാസമുണ്ട്. ചില സമയത്ത് ഇറ്റ്സ് ഇൻ എ ഗുഡ് വേ, ചില സമയത്ത് ഇറ്റ്സ് ഇൻ എ വെരി കൺഫ്യൂസിങ് വേ. നമുക്ക് ചില സമയത്ത് മനസ്സിലാവില്ല. മിക്കപ്പോഴും നമ്മൾ ഉണ്ടാവുന്ന ആ ഒരു ക്ലസ്റ്റർ ഓഫ് ആൾക്കാരുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ വി ആർ ലൈക്ക് നമുക്ക് എന്തോ ഒരു കുറവുണ്ടല്ലോ, അല്ലെങ്കിൽ ചില സമയത്ത് തോന്നും "ഉം, നമ്മുടെ ഐഡിയ ഇതൊന്നായിട്ട് മാച്ച് ആവുന്നില്ല." അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ. കാരണം എല്ലാ സമയത്തും നമുക്ക് എല്ലാവരും എല്ലാവരുടെയും ഒരു ബെസ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരാളായിട്ട് മാറണം എന്ന് നിർബന്ധമില്ല. കാരണം ഞാനിപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സ്കൂളിലുള്ള സമയത്ത് ഞാൻ ആദ്യം പോയിരുന്ന സ്കൂളെന്ന് പറയുന്നത് ഒരു ചെറിയൊരു സ്കൂളായിരുന്നു. എനിക്കധികം ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു കൈൻഡ് ഓഫ് നോട്ടി, എപ്പോഴും കുറുമ്പ് കാണിച്ച് പഠിക്കാണ്ട്, ലൈക്ക് ലിറ്ററലി ബാക്കി എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ്. എന്നാൽ ഞാൻ ആക്റ്റീവായിരുന്നു. പക്ഷേ ഫ്രം ദെയർ ഐ വാസ് ടേക്കൺ ടു അനദർ സ്കൂൾ വെയർ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഭയങ്കര സിറ്റി ലൈഫിൽ നിന്ന് വന്നതാണ്. ഞാൻ അത്രയും അതായിട്ടല്ല ആദ്യം വന്നത്. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയില്ല. ആൻഡ് ആൾക്കാരുടെ ഇൻട്രസ്റ്റ് വേറെയാ, ആൾക്കാർ സംസാരിക്കുന്ന രീതി വേറെയാ, ആൾക്കാരുടെ എല്ലാം വേറെയാ. ലൈക്ക് ഐ എം സെയിങ് വെൻ ഐ വാസ് ഇൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ്. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എല്ലാവരെയും പീപ്പിൾ പ്ലീസിങ് തുടങ്ങി. ആൻഡ് ഫ്രം എ പേഴ്സൺ ഹു വാസ് ലൈക്ക് വെരി ഭയങ്കര ലൗഡായി ചാടിത്തുള്ളി നടന്ന് എല്ലാവരോടും സംസാരിക്കുന്ന ഞാൻ പെട്ടെന്നൊരു സ്ഥലത്ത് വന്നപ്പോൾ പെട്ടെന്ന് ഇതൊന്നും എൻ്റെ ആൾക്കാരല്ലല്ലോ എന്നൊരു തോന്നൽ വരാൻ തുടങ്ങി. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു. കുറേ കാലം എങ്കിലും കഴിഞ്ഞപ്പോൾ കൂടെയുള്ള ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്ക് വളരെ ചുരുക്കം ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ പീപ്പിൾ പ്ലീസിങ് എന്നുള്ളൊരു കാര്യം ഇറ്റ് ഡെവലപ്ഡ് ഇൻസൈഡ് മീ. സോറി, പീപ്പിൾ പ്ലീസിങ് എന്നുള്ള കാര്യം ഇറ്റ് ഡെവലപ്ഡ് ഇൻസൈഡ് മീ ലൈക്ക് വെരി ക്രേസി. ആൻഡ് ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലായാലും ഫാമിലി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും എന്തിൻ്റെ കാര്യത്തിലായാലും ഐ ഓൾവേസ് വാണ്ടഡ് ടു പ്ലീസ് പീപ്പിൾ അറൗണ്ട് മീ സോ ദാറ്റ് ഐ ഫീൽ ലൈക്ക് എന്നെ അവോയ്ഡ് ചെയ്യില്ല. മിക്കപ്പോഴും പിന്നെ തോന്നാവുന്നൊരു കാര്യമാണ്, എന്തിനാണ് എനിക്ക് വേണ്ടി അവർ ഇത്രയൊക്കെ ചെയ്യണേ, അവരെന്തെങ്കിലും ഇൻറ്റൻഷൻ ഇല്ലാണ്ട് എന്തിനാണ് അവർ ഇത്രയൊക്കെ എനിക്ക് ചെയ്യണേ എന്നുള്ളൊരു സാധനം. അതെനിക്ക് ഇന്നും, ഞാനിപ്പോൾ ഇത് പറയുമ്പോഴും ഉണ്ട്. പക്ഷേ ഇന്നത്തെയും അന്നത്തെയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഐ തിങ്ക് അന്ന് ആ ഒരു തോട്ടായിരുന്നു. ഇന്ന് ആ തോട്ടെന്ന് പറയുന്നത് ചില സമയത്ത് വി ആർ ലൈക്ക്, ഞാനും പലർക്കും പലതും ചെയ്യാറുണ്ട്. അതിനർത്ഥം എനിക്ക് എല്ലാവരുടെ അടുത്തുനിന്നും എല്ലാം വേണമെന്നല്ല. ചില സമയത്ത് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ലവ്. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ഫാമിലി, നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് പലതും ചെയ്യും. നമ്മൾ എത്രയൊക്കെ തല്ലുകൂടി കഴിഞ്ഞാലും നമുക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ അവർ നമ്മളെ നോക്കും. നോക്കാത്ത ധാരാളം ആൾക്കാരുണ്ട്. ആൻഡ് സേയിങ് ദാറ്റ് ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ടു യുവർ പാരൻസ്. പക്ഷേ അവിടെയാണെങ്കിൽ പോലും പീപ്പിൾ പ്ലീസിങ് എന്നുള്ളൊരു സാധനം വരുന്നത് എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ വളർന്നിരുന്ന സമയത്ത് ആൾക്കാരുടെ മുഖത്ത് നോക്കി അവരുടെ മൂഡ് മനസ്സിലാക്കി നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ചില സമയത്ത് വിൽ ബി ലൈക്ക് ഓക്കെ, ഞാനിത് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. ആൻഡ് അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വി നെവർ ടെൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ കാലം ഈ ഒരു സാധനം നമ്മുടെ ഉള്ളിലിരുന്ന് ഇങ്ങനെ ഫ്രൈ ആയി ഒരു ദിവസം ഇറ്റ് ബ്ലാസ്റ്റ് ഔട്ട്. അതിപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രണ്ട്ഷിപ്സിനെ എഫക്റ്റ് ചെയ്യാം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ വേറൊരു കാര്യം, നമ്മൾ നമ്മുടെ ട്രൂത്ത് മനസ്സിലാക്കി നമ്മുടെ ഒരു ട്രൂത്ത് ഒരാളടുത്ത് പറയുമ്പോൾ ഇഫ് ദേ ആർ നെഗ്ലെക്റ്റിംഗ് ഇറ്റ് ജസ്റ്റ് മീൻ ദാറ്റ് അത് നിൽക്കാനുള്ളൊരു കാര്യമല്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഈവൻ ഇഫ് യു ആർ ഇൻ എ റിലേഷൻഷിപ്പ് ആൻഡ് യു ആർ ജസ്റ്റ് ടെല്ലിങ് ദി ഓപ്പോസിറ്റ് പേഴ്സൺ ദാറ്റ് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ ഇവരത് നെഗറ്റീവായിട്ട് എടുക്കുകയാണ്, അല്ലാണ്ട് നിങ്ങളുടെ കുറ്റമായിട്ടത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് സംതിങ് വിച്ച് ഇസ് ഗോയിങ് ടു ലാസ്റ്റ് അറ്റ്ലീസ്റ്റ് ഇൻ എ ഗുഡ് വേ. അപ്പോൾ അതിപ്പോൾ എന്തിൻ്റെ കാര്യത്തിലായാലും പാരൻസിൻ്റെ കാര്യത്തിലായാലും നമ്മളൊരു ഏജ് കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞ് നമ്മൾ ഗിൽട്ട് ഉണ്ടെങ്കിൽ പോലും ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. ബിക്കോസ് ആഫ്റ്റർ എൻ ഏജ് ഐ അണ്ടർസ്റ്റുഡ് ദ ഫാക്ട് ദാറ്റ് എൻ്റെ ലൈഫിൽ എനിക്ക് എല്ലാവരെയും പിടിച്ചു വെച്ച് കൊണ്ട് നടത്താനൊന്നും പറ്റില്ല. എന്നോട് ശരിക്കും ഇഷ്ടമുള്ള ആൾക്കാർ എൻ്റെ ലൈഫിൽ നിൽക്കും. കാരണം അഗൈൻ ഞാൻ പറയുകയാണ്, ലൈഫിലൊരു വലിയൊരു ഫോൾ വന്നപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ നോക്കിയപ്പോൾ വളരെ ചുരുക്കം ആൾക്കാരാണ് എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു. എനിക്കത് എപ്പോഴും അറിയായിരുന്നു. അപ്പോൾ നമ്മുടെ ലൈഫിൽ അങ്ങനെയാണ്. ചില സമയത്ത് നമ്മൾ പീപ്പിൾ പ്ലീസിങ് ചെയ്ത് നമുക്ക് പറ്റാത്ത കാര്യം, ഞാൻ ചില സമയത്തൊക്കെ എനിക്ക് വയ്യാണ്ടായിട്ട് പോലും ചില സമയത്ത് വല്ലൊരു ഹെൽപ്പ് ചോദിച്ചാൽ ഞാനത് ചെയ്യും. കാരണം വാട്ട് ഇഫ് ഞാനങ്ങനെ പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെടാണ്ട് നാളെ എനിക്ക് അവരുടെ ഒരു ആവശ്യം വന്ന് അവർക്ക് എനിക്ക് ഹെൽപ്പ് ചെയ്യാണ്ടിരിക്കാൻ തോന്നി, ഇങ്ങനെ സ്റ്റോറീസ് ബിൽഡപ്പ് ചെയ്യും. കാരണം എസ്പെഷ്യലി പീപ്പിൾ ലൈക്ക് മീ, ഐ എം ലൈക്ക് വെരി
വെരി ഹൈപ്പർ വിജിലൻ്റ് എന്ന് പറയാം. വിത്ത് പീപ്പിൾ ഹു ആർ വെരി ഹൈപ്പർ വിജിലൻറ്റ്, ഓരോരുത്തരുടെയും ചെറിയ ചെറിയ മൂവ്സ് വരെ നമുക്കത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അതിപ്പോൾ എസ്പെഷ്യലി വെൻ ഇഫ് യു ആർ ഇൻ ടു സമ്മൺ, ഇഫ് യു ആർ ഹാവിങ് എ ക്ലോസ് ഫ്രണ്ട് സംതിങ്, നമുക്കത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു എഫക്റ്റിംഗ് എന്ന് പറയുന്ന ഫാക്ടർ, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു ക്യാരി ഫോർവേഡ് ആൻഡ് മൂവ് ത്രൂ ഇറ്റ്. ചില സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ പറയണം തോന്നും, പക്ഷെ നമുക്ക് പറയാൻ പേടി. ഇനി ഞാൻ പറഞ്ഞാൽ നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൊരു കോൺവെർസേഷൻ നമ്മളൊരു 10,000 പ്രാവശ്യം പ്ലേ ചെയ്യുമ്പോൾ നമ്മളതിൽ ഓരോ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ച് ഇതങ്ങനെയാണെങ്കിലോ ഇതിങ്ങനെയാണെങ്കിലോ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ അന്ന് പറയില്ല. പിന്നെ 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 കാര്യം വേഴ്സ് ആവുമ്പോൾ നമ്മൾ പറയുമ്പോൾ ചില സമയത്ത് ഇറ്റ് ക്യാൻ ബാക്ക്ലാഷ്. ചില സമയത്ത് ഇഫ് ദി ഓപ്പോസിറ്റ് പേഴ്സൺ ഇസ് അണ്ടർസ്റ്റാൻഡബിൾ, അവർക്ക് മനസ്സിലാവാവുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ഡെഫിനറ്റ്ലി സേ നിനക്ക് എന്തുകൊണ്ട് മുന്നേ പറഞ്ഞൂടാ. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഈ ഓഡ് വൺ ഔട്ട് എന്ന് ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ ചില ഓഫീസസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ചില ക്യാമ്പസസിലോ എവിടെയാണെങ്കിലും ചില സമയം നമുക്ക് തോന്നും ഇവരുടെ ഐഡിയ ഇവരുടെ ഫ്യൂച്ചറിൻ്റെ ഐഡിയ അല്ല എൻ്റെ ഫ്യൂച്ചറിൻ്റെ ഐഡിയ. എനിക്ക് ഭയങ്കര ഐഡിയാസ് ഉണ്ട്, എനിക്ക് എൻ്റെ ലൈഫിൽ ഇതൊക്കെ ചെയ്യണം, പക്ഷേ ഇവരുടെ സൗണ്ട്സ് ലൈക്ക് ബേസിക്, ദിസ് ഈസ് നോട്ട് മീ. അപ്പോൾ നമ്മൾ അതിനർത്ഥം നമ്മളവിടെ ഫിറ്റ് ആവണം എന്നല്ല. വി ഡോണ്ട് ഹാവ് ടു ഫിറ്റ് ഇൻ എനിവെയർ അൺലെസ് ആൻഡ് അൺടിൽ വി ഫീൽ ലൈക്ക് യു ഡോണ്ട് ഹാവ് ടു ഫിറ്റ് ഇൻ എനിവെയർ, ഐ എം ടെല്ലിങ് യു. പക്ഷേ എന്തൊക്കെയായാലും നമുക്ക് ഇത്രയൊക്കെ തോട്ട് ഉണ്ടെങ്കിലും ചില സമയത്ത് വി വിൽ ആക്ട് ലൈക്ക് ഡം. ചില സമയത്ത് ഞാൻ പോയിട്ട് എത്രയൊക്കെ അറിയണ കാര്യത്തിൽ ഐ ആക്ട് ഡം സോ ദാറ്റ് കൂടുതൽ ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്തേക്ക് വരില്ല. ടു ബി ഓണസ്റ്റ്, ഐ എം ജസ്റ്റ് ഓപ്പൺലി ടെല്ലിങ് ദാറ്റ്. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ടാവും. ഇപ്പം എൻ്റെ അനിയത്തി എന്നോട് പറയും എനിക്ക് ആരായിട്ട് ഫിറ്റ് ആവണില്ല, എനിക്കങ്ങനെ ആരായിട്ടൊന്നും തോന്നുന്നില്ല. പണ്ടാണെങ്കിൽ ഐ വുഡ് സേ യു ട്രൈ, പക്ഷേ നൗ ഐ വുഡ് സേ യു ജസ്റ്റ് ബി ദെയർ, യു ജസ്റ്റ് ടോക്ക് ടു പീപ്പിൾ. ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് നമ്മൾ പോകുന്ന എല്ലാ സ്ഥലത്തെ ആൾക്കാരും നമ്മുടെ ലൈഫിൽ ഫ്രണ്ടിലേക്ക് വരണമെന്നുള്ളത്. സം പീപ്പിൾ ആർ മെൻ ടു കം ഫോർവേഡ് ത്രൂ അവർ ലൈഫ്, സം പീപ്പിൾ ആർ മെൻ ടു ബി ദെയർ ലൈക്ക് ദെയർ. അതുകൊണ്ട് അതാരും ആരുടെയും തെറ്റോ പൊട്ടയോ ഒന്നല്ല. ഞാൻ പണ്ട് ആലോചിക്കാറുണ്ട്, എൻ്റെ ഇപ്പോൾ അത്രയും കണക്ഷൻ ഇല്ലാത്ത ഫ്രണ്ട്സൊക്കെ അവരെന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചു, ഞാൻ അവരോട് ഒരിക്കലും മിണ്ടില്ല. ആങ്കർ, ജലസി അല്ല, ഒരു കൈൻഡ് ഓഫ് ഒരു നമുക്ക് വിഷമം കൊണ്ടുണ്ടാകുന്ന ഒരു ദേഷ്യം ഉണ്ടല്ലോ, ആ ദേഷ്യം. പക്ഷേ നമ്മൾക്ക് തോന്നുന്നു കുറേ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ട് ദാറ്റ് സം പീപ്പിൾ ആർ ഓൺലി മെൻ ടു സ്റ്റേ ഇൻ എ പെർട്ടിക്കുലർ സ്റ്റേജ് ഓഫ് അവർ ലൈഫ്. ഇഫ് ദേ ആർ നോട്ട് മെൻ ടു സ്റ്റേ ഇൻ ത്രൂ ഔട്ട് അവർ ലൈഫ്, ദേ വിൽ fall apart at one point. Does not mean that people are bad. People are not bad. People are behaving in certain situation. അവരുടെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളാണ്, നമുക്കതൊന്നും മാറ്റാൻ പറ്റില്ല. ഇഫ് പീപ്പിൾ ആർ നോട്ട് കമ്മിങ് ഫോർവേഡ്, ദേ ലെറ്റ് ദം നോട്ട്. പക്ഷേ ഡോണ്ട് ഗിവ് ദി ആക്സസ് ഫർദർ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ദേഷ്യം വെച്ച് നിൽക്കുക. അപ്പോൾ എന്താ കാര്യം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ലൈഫിൽ പല പോയിന്റിലും എന്നോട് പലരും പറഞ്ഞിട്ട് നിന്നെക്കൊണ്ട് ഇത് പറ്റില്ല, നിന്നെക്കൊണ്ട് അത് പറ്റില്ല, നിന്നെക്കൊണ്ട് ഇതിങ്ങനെ പറ്റില്ല. കാരണം ദേ ആർ ജസ്റ്റ് അസസിങ് മൈ ലൈഫ് ഹൗ ഐ വാസ് ആസ് എ ചൈൽഡ്. ഞാൻ പഠിക്കില്ല എന്ന് പറഞ്ഞിട്ട് കുറേ കാലങ്ങളൊക്കെ ആൾക്കാർ എന്നോട് വല്ലതും പറയേണ്ടത് നിനക്ക് ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല, ബ്ലാ ബ്ലാ ബ്ലാ. പക്ഷേ ചിലവരുടെ അറ്റ്ലീസ്റ്റ് എൻ്റെ എന്ന് വെച്ചാൽ എന്നെ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്ത് എനിക്ക് ആ കാര്യം ചെയ്തേ പറ്റൂ, എനിക്കത് ചെയ്തേ പറ്റൂ. പിന്നെ എനിക്ക് വിശ്വാസം എന്നുള്ളൊരു സാധനം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ എന്ത് ദൈവത്തിനെ വിശ്വസിച്ചാലും ഏത് ദൈവത്തിനെ വിശ്വസിച്ചാലും, ഇഫ് യു ഹാവ് സംതിങ് ടു ബിലീവ് അപ്പോൺ, ഇഫ് യു ഹാവ് സംതിങ് ടു അറ്റ്ലീസ്റ്റ് ബിലീവ് അപ്പോൺ യുവർ സെൽഫ്, ജസ്റ്റ് ഡു ദാറ്റ്. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ അതിങ്ങനെയാണോ അങ്ങനെയാണോ, അങ്ങനെ റൂൾസ് റെഗുലേഷൻസ് ഒന്നുമല്ല. കാരണം ഞാൻ ഇന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് തന്നെ ഒരു ലിവിങ് പ്രൂഫാണ്. ഇന്നത് പറയുമ്പോൾ ഭയങ്കര മിനിമൈസ് ആയിട്ടുള്ള പോലെ തോന്നും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ലൈഫിലെ ലോവസ്റ്റ് പോയിൻറ്റ്സിലും ഹയസ്റ്റ് പോയിൻറ്റ്സിലും ഞാൻ എഴുതാറുണ്ട്, നോട്ട് വെക്കാറുണ്ട്. ക്യാമറയിൽ നോക്കി സംസാരിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് അൺലിസ്റ്റഡ് ആക്കിയിട്ടും പ്രൈവറ്റ് ആക്കിയിട്ടൊക്കെ ഇടാറുണ്ട്. കാരണം എനിക്കറിയാം ഞാൻ ഒരു പോയിന്റിലെത്തി കഴിഞ്ഞാൽ ഞാൻ അന്ന് പോയിട്ടുള്ള ബുദ്ധിമുട്ട് മൈറ്റ് ഫീൽ ലൈക്ക് ഇതൊക്കെ എന്ത്, ആ ഒരു സാധനം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരിക്കലും എല്ലാവരുടെ അടുത്തും ഫിറ്റ് ആവണം എന്നില്ല. വി ക്യാൻ ബി ദി ഓഡ് വൺ ഔട്ട്. എനിക്ക് എൻ്റെ ഓഫീസിൽ പോകുമ്പോൾ എനിക്ക് മിക്കപ്പോഴും തോന്നാറുണ്ട് ഐ എം 26, പക്ഷേ ഐ എം ആക്ടിങ് ലൈക്ക് എ 16 സംടൈംസ്. പക്ഷേ ഇറ്റ് ഡസ് നോട്ട് മാറ്റർ. എൻ്റെ ഈ ഒരു വേർഷൻ എപ്പോഴും ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കണം. ഐ എം നോട്ട് ദറ്റ് സീരിയസ് പേഴ്സൺ ഇൻ ഡെയിലി ലൈഫ്. അറിയണവർക്കറിയാം. എന്നോട് ചിലരെന്ന് പറയും നിന്നെ വീഡിയോയിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ നിൻ്റെ സംസാരം പോലെ അല്ലല്ലോ നീ ഇൻ റിയാലിറ്റി. അല്ല, ഐ എം എ വെരി ചിൽ പേഴ്സൺ. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ദ ചില്ലസ്റ്റ് പീപ്പിൾ ക്യാൻ ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ഇൻസൈഡ്. അതിനർത്ഥം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കഷ്ടപ്പാട് മാത്രം സംസാരിക്കണം എന്നല്ല. നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും യു ഹാവ് ടു ഗോ ഫോർവേഡ്, യു ഹാവ് ടു സ്മൈൽ, യു ഹാവ് ടു വേക്ക് അപ്പ് ആൻഡ് സേ ദാറ്റ് യു വിൽ ഹാൻഡിൽ ഇറ്റ് മാൻ. ഹൗ എവർ
യു ആർ ഗോയിങ് ടു ഹാൻഡിൽ ഇറ്റ്. നമ്മളത് കുറേ വട്ടം ചെയ്യുമ്പോൾ നമ്മുടെ പറയില്ലേ മസിൽ ബിൽഡപ്പായി വരും. ചില സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയാൽ ചില സമയത്ത് അങ്ങോട്ട് ചെയ്യുക. കാരണം വി നെവർ നോ. കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കിട്ടിയിട്ടുള്ളൊരു വലിയ പാഠം എന്ന് വെച്ചാൽ നമുക്ക് ചില സമയത്ത് ചില ആഗ്രഹങ്ങൾ വരുന്നത് മേ ബി ഇറ്റ്സ് ബിക്കോസ് അവർ ഫ്യൂച്ചർ വേർഷൻ ഹാസ് ഇറ്റ്. കാരണം കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ഇവിടെ ഞാൻ ദുബായിൽ വന്ന് ലാൻഡ് ചെയ്ത സമയത്ത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം എനിക്ക് എന്ത് ജോലി കിട്ടിയാലും കുഴപ്പമില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിരുന്ന ഞാനാ. അന്ന് എൻ്റെ ഉള്ളിൽ എന്നോ ആരോ പറയുന്ന പോലെ എനിക്ക് അന്നും ഫീൽ ചെയ്തിരുന്നു, യു വിൽ ഗെറ്റ് ഇറ്റ്, യു വിൽ കം ബാക്ക് ടു ദുബായ് എന്നൊക്കെ. പക്ഷേ ഇന്നത് പറയുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ. ഞാൻ ചില സമയത്ത് ആലോചിക്കും എൻ്റെ കയ്യിൽ പൈസ പോലുമില്ല, ഞാൻ എന്ത് ചെയ്യും. പക്ഷേ അതേ സമയത്ത് ഞാൻ ഇടയ്ക്ക് ആലോചിക്കും കഴിഞ്ഞ വർഷം എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ജോലി പോലും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ആലോചിക്കാറുണ്ട് എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഇന്ന് എനിക്ക് വരാനൊരു സോഴ്സ് ഉള്ളത് കൊണ്ടല്ല എനിക്കതില്ല എന്ന് പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം അറിയോ. അപ്പോൾ ജസ്റ്റ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ തിങ്സ് ദാറ്റ് യു ഹാവ് റൈറ്റ് നൗ. ഞാനിതൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ നോട്ട്സാണ്. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു നെഗറ്റീവ് ലൂപ്പിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയില്ല നമ്മൾ എന്തൊക്കെയാണ് ആലോചിച്ച് കൂട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ തന്നെ വീഡിയോസ് ഇരുന്ന് കാണുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഇരുന്ന് കേൾക്കുകയാണെങ്കിൽ, ജസ്റ്റ് ഫോർ എൻ എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ പണ്ടൊരു ഓഡിയോ ഞാനിന്ന് രാവിലെ വിൻഡോ തുറന്ന് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോഴായിരുന്നു ഞാൻ പറയാറുണ്ട്, I woke up in my new room, I have a beautiful curtain, I can hear birds chirping and I can hear the cars moving up and the city waking up, and I'm having granola in the morning and I go in a bus. ഇതൊക്കെയാണ് എൻ്റെ ലൈഫ് ഇപ്പോൾ. ഫോർ എ ഫാക്ട് ദിസ് ഇസ് മൈ ലൈഫ് റൈറ്റ് നൗ. ഇറ്റ് ഡസ് നോട്ട് അങ്ങനെയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാൻസി അല്ല, പക്ഷെ ഞാൻ അന്ന് ആ ഒരു ബെയർ മിനിമം എങ്കിലും എന്നുള്ളൊരു മനസ്സിലുണ്ടാക്കിയിരുന്ന ഒരു ഇമേജാണത്. അപ്പോൾ ചില സമയത്ത് ചില കാര്യങ്ങൾ വർക്കൗട്ട് ആവും, ചില സമയത്ത് ചില കാര്യങ്ങൾ വർക്കൗട്ട് ആവില്ല. മേ ബി ആ വർക്കൗട്ട് ആവാത്ത കാര്യങ്ങൾ നമ്മൾ കുറേ കാലം കഴിഞ്ഞ് ആലോചിക്കുമ്പോഴായിരിക്കും ഓക്കെ ദിസ് ഡിഡ് നോട്ട് വർക്കൗട്ട്. ചിലപ്പോൾ ആ ഒരു പേഴ്സൺ നമ്മളോട് മിണ്ടണ്ടായിട്ടുണ്ടാവും, ചില സമയത്ത് ആരെങ്കിലും നമ്മുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടാവും, ചില സമയത്ത് വലിയൊരു അടി ഉണ്ടായിട്ട് നമ്മൾ എന്തും ആയിക്കോട്ടെ. ചില സമയത്ത് ലെറ്റ് തിങ്സ് ബി ദ വേ ഇറ്റ് ഈസ്. ചില സമയത്ത് നമ്മൾ പേടിച്ചാലും നമുക്ക് ചെയ്യണം എന്നുള്ളൊരു പവർ വരികയാണെങ്കിൽ നമ്മൾ ആ കാര്യം ചെയ്യണം. ഈവൻ ഇഫ് യുവർ ഷിറ്റ് സ്കെയർഡ് യു ഹാവ് ടു ഡു ഇറ്റ്. അപ്പോൾ ഈ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്ന വൺ മോർ ഗുഡ് തിങ് ഈസ് ദാറ്റ് നമ്മളൊരിക്കലും ബാക്കിയുള്ളവരുടെ പോലെ ആവരുത് എന്നുള്ള ഒരു സാധനം നമ്മുടെ ഉള്ളിലുണ്ടാവും. കാരണം നമുക്കറിയാം ഒരാൾ നമ്മളെപ്പറ്റി അഭിപ്രായം പറയുന്ന ആ വ്യക്തിയുടെ ലൈഫിൽ ആ ഒരു കാര്യം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നമ്മളോടൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ദേ ഹാവൻ ട്രൈഡ് അറ്റ്ലീസ്റ്റ്, റൈറ്റ്? നമുക്ക് ആ ഒരു നമുക്കിപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ നാളെ ഒരു ബിസിനസ് തുടങ്ങണം, എനിക്ക് ഇന്നൊരു കാറ്റഗറിയിൽ ഐ നീഡ് ടു ഡൂ സംതിങ്, ഐ നീഡ് ടു ഡൂ ദിസ് ഇൻ മൈ ലൈഫ്. ഓക്കെ, അങ്ങനെ ഇതൊന്നും ചെയ്യാണ്ട് ഒരു 9 to 5 ജോബ് മാത്രം ചെയ്ത് കുറേ കാലം ജീവിച്ച ഒരു വ്യക്തി നമ്മളോട് ഇതിനെപ്പറ്റി അഭിപ്രായം പറയുമ്പോൾ അത് അവരുടെ ലിമിറ്റേഷൻസ് നിന്നിട്ടാണ് അവർ പറയുന്നത്. പക്ഷേ ഇഫ് യു റിയലി നോ ദാറ്റ് ദിസ് ഈസ് വാട്ട് ഐ നീഡ് ടു ഡു, യു ഹാവ് എ പ്ലാൻ ആൻഡ് ദർ ഇസ് എൻ ഇന്നർ കോളിംഗ്, യു ഹാവ് ടു ഡു. അത് നിങ്ങൾ ഓഡായാലും ഈവണായാലും എന്താണെങ്കിലും ചില സമയത്ത് ഈ ഓഡ്നെസ് വരുന്നത് അതുകൊണ്ടാണ്. കാരണം ചിലപ്പോൾ നമ്മളൊരു 10 പേരുടെ അടുത്ത് നിൽക്കുമ്പോൾ ആ 10 പേരും അവരുടെ ബേസിക് ആയിട്ടുള്ള ഒരു റുട്ടീൻ ലൈഫിൽ പോകുന്നവരായിരിക്കും. പക്ഷേ നമ്മൾ അതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഓഡായിട്ട് തോന്നും. കാരണം ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിലെ ഡ്രീംസ് പറയുന്നത് വേറൊന്നാണ്. അത് എല്ലാവരോടും എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ആവശ്യമോ അതിനെപ്പറ്റി നമ്മൾ വാലിഡേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചില സമയത്ത് നമ്മൾക്ക് മാത്രം അറിഞ്ഞാൽ മതി ആ കാര്യം, അല്ലെങ്കിൽ നമ്മൾ റിലേറ്റബിൾ ആവാൻ പറ്റുമെന്നറിയുന്നവർക്ക് മാത്രം അറിഞ്ഞാൽ മതി ആ കാര്യം. അതുകൊണ്ട് ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്ന ചില കാര്യം ചില സമയത്ത് നല്ലതാണ്. കാരണം നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മൾ ഒരു 10, 30 അല്ലെങ്കിൽ ഒരു 50 വയസ്സായിട്ടുള്ള ഒരാൾ ഇന്ന് നിൽക്കുന്ന സ്റ്റേജിൽ നമ്മളൊരു 10, 20, 25 വയസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എൻ അച്ചീവ്മെൻറ്റ്, റൈറ്റ്? അപ്പോൾ നിങ്ങൾക്കൊരു ഓഡ് വൺ ഔട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദാറ്റ്സ് ദ ഗുഡ് തിങ് യാർ. ദർ ഇസ് സംതിങ് ഇൻസൈഡ് യു ദാറ്റ് ഈസ് കോളിങ് യു. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ ഒന്നുമില്ലാത്തൊരു സമയത്ത് ആൾക്കാർ മൈറ്റ് സേ ദാറ്റ് അയ്യോ നീ ഭയങ്കര അൺലക്കിയാണ്, അതാണ് ഇതാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം വെൻ യു ഗെറ്റ് സംതിങ് ഇൻ യുവർ ലൈഫ് ദ സെയിം പീപ്പിൾ മൈറ്റ് ടെൽ യു ദാറ്റ് യു ആർ എ സെൽഫിഷ് പേഴ്സൺ ആൻഡ് നിനക്കിതൊന്നും ചെയ്യാറിയില്ല. ബിക്കോസ് സം പീപ്പിൾ സേ ഇറ്റ് ഫ്രം എ വിഷമം അല്ലെങ്കിൽ ഒരു പേടി ലൈക്ക് വാട്ട് ഇഫ് ദിസ് ഓൾ ഫാൾസ് അപ്പാർട്ട്. ചില പീപ്പിൾ സേ ഇറ്റ് ഫ്രം എ ഈഗോ. And whatever it is, you know the truth. You know how you are and you know what you are doing. If that's the case, just go about it and just do it.
ചില സമയത്ത് വി ഹാവ് ടു ജസ്റ്റ് സേ ലെറ്റ് ഇറ്റ് ബി, ലെറ്റ് സീ വാട്ട് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞ് മൂവ് ചെയ്യേണ്ട ഒരു കാര്യം വരും. സോ ഐ എം ജസ്റ്റ് വൈൻഡിങ് അപ്പ് ദിസ് വീഡിയോ. ഐ ജസ്റ്റ് ഡോണ്ട് നോ, എനിക്കിത് പറയണം തോന്നിയതുകൊണ്ട് റാൻഡംലി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് നിങ്ങൾക്ക് കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ തലയിൽ ലൈറ്റ് കത്തിയിട്ടുണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ വിൽ ക്യാച്ച് ഇൻ അനദർ വീഡിയോ സൂൺ. ഓക്കെ, ബൈ.